വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 41. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു പോയവരുടെ കൂട്ടത്തിൽ ആദ്യമുണർന്ന് പ്രവർത്തിച്ചത് ആമ്പലാണ്. കരഞ്ഞുകൊണ്ടിരുന്ന ആൽബിക്കുട്ടനെ പൊക്കിയെടുത്ത് തോളത്തേക്കിട്ടിട്ട് അവന്റെ മുതുകിൽ തട്ടി തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ മഹിയുടെ അടുത്തേക്ക് ചെന്നു. ഡാ, മിഴിച്ചു നിൽക്കാതെ വന്നേ, എന്താ പ്രശ്നമെന്ന് ചോദിക്കാം. അവൾ പറഞ്ഞത് കേട്ട് അവൻ അമ്മാവനോടും അമ്മായിയോടും പറഞ്ഞിട്ട് ആമ്പലിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അമ്മാവനും അമ്മായിയും നേത്രയും അപ്പോഴും കാര്യമെന്തെന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. അവർ ചെല്ലുമ്പോൾ കാറിന്റെ പിൻസീറ്റിലിരുന്ന ആമിയ മുന്നിലെ ഹെഡ് ഡ്രസ്സിലേക്ക് തലയും കുമ്പിട്ടിരിക്കുകയായിരുന്നു. തേങ്ങലിൽ അവളുടെ ശരീരം മുലയുന്നത് വെളിയിൽ നിന്ന് തന്നെ അവർ കണ്ടു. തോളത്ത് മുഖമമർത്തിക്കിടന്ന ആൽബിക്കുട്ടനെയും കൊണ്ട് ആമ്പൽ കാറിന്റെ പിൻസീറ്റിലേക്ക് തന്നെ കയറി. മഹി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ആമ്പലിന്റെ തോളിൽ നിന്നും തല ഉയർത്തി നോക്കിയ ആൽബിക്കുട്ടൻ ആമിയയുടെ കവിളിൽ തൊട്ടു വിളിച്ചു. അമ്മ, എന്തിനാ കരയുന്നേ? മുഖമുയർത്തിയ അവൾ കണ്ണുകൾ തുടച്ചിട്ട് കൊച്ചിനെ ആമ്പലിന്റെ കയ്യിൽ നിന്നും വാങ്ങി മടിയിലിരുത്തി മാറോട് ചേർത്തു. ഒന്നുമില്ലടാ കുട്ട. അവൾ ആ കുഞ്ഞിന്റെ നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ അമർത്തി. സ്വന്തം അമ്മയുടെ മുഖം കണ്ട ഓർമ്മയില്ലാത്ത അവന് ആമിയ അമ്മ തന്നെയായിരുന്നു. ആ അമ്മയുടെ മുഖത്ത് സങ്കടമാണെന്ന് തിരിച്ചറിഞ്ഞതുപോലെ അവൻ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിശബ്ദനായിരുന്നു. തിരികെയുള്ള യാത്രയിൽ ആരും ശബ്ദിച്ചില്ല. വീടിനടുത്തെത്തും മുന്നേയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തെ മരത്തിന് ചുവട്ടിലേക്ക് മഹി കാർ ഒതുക്കിയിട്ടു. എഞ്ചിൻ ഓഫ് ചെയ്ത മഹി ഡോർ തുറന്നു വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നിലെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് ആമിയയോട് പറഞ്ഞു, വാ ഇറങ്ങ്. ആദ്യമൊന്നും അടിച്ചെങ്കിലും മഹി അതേപടി നിന്നതോടെ അവൾ ആൽബിക്കുട്ടനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അപ്പുറത്തുകൂടെ പുറത്തേക്കിറങ്ങിയ ആമ്പൽ അവരുടെ അടുത്തെത്തി കൈ നീട്ടിയെങ്കിലും ആൽബിക്കുട്ടൻ ആമിയയുടെ തോളിൽ തന്നെ കിടന്നതേയുള്ളൂ. റോഡിനോരം ചേർന്ന് താഴെ പാടത്തുകൂടി ഒഴുകുന്ന നീർച്ചോല കാട്ടിക്കൊടുത്തതും അവൻ ആമ്പലിന്റെ കൈയിലേക്ക് ചാടി വീണു. ആബി, താഴെ ഇറങ്ങൂ. ആമിയ പറഞ്ഞത് കേട്ട് അവൻ താഴേക്ക് ഊർന്നിറങ്ങി. ആമ്പൽ അവനെയും പിടിച്ച് താഴെ തോട്ടുവക്കത്തേക്ക് ഇറങ്ങിയപ്പോൾ മഹി ആമിയയുടെ നേരെ തിരിഞ്ഞു. പറയ്, എന്താ സംഭവം? ഷിനിയക്ക് എന്താ സംഭവിച്ചതെന്ന് നീ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നവിടെ വെച്ച് വിനയന്റെ ഫോട്ടോ കണ്ട ശേഷം നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും എനിക്ക് ചില സംശയങ്ങൾ തോന്നി. പറഞ്ഞു നിർത്തിയിട്ട് അവൻ അവളെ നോക്കി. പാടത്തിനപ്പുറം ഒഴിഞ്ഞ പറമ്പിൽ കളിക്കുന്ന കുട്ടികളെയും നോക്കി കാറിൽ ചാരി നിൽക്കുകയായിരുന്നു അവൾ. ആമിയ, ഷിനിയ എങ്ങനെയാണ് മരിച്ചത്? ഒരു നെടുവീർപ്പോടെ അവൾ അവന് നേർക്ക് നോക്കി. ആത്മഹത്യയായിരുന്നു. ആബി ജനിച്ച് 1 വർഷം തികയും മുന്നേ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു ആത്മാവിന്റെ സ്വാന്തനം പോലെ ഒരു ചെറുകാറ്റ് അവളെ തഴുകി കടന്നുപോയി. താഴെ തോട്ടിലൂടെ നീന്തിപ്പോകുന്ന മീനുകളെ ആൽബിക്കുട്ടന് കാട്ടിക്കൊടുക്കുകയാണ് ആമ്പൽ. അവൻ അത് കണ്ട് കൈകൊട്ടി ചിരിക്കുന്നുമുണ്ട്. മീനിനെ പിടിക്കാനാണെന്ന് തോന്നുന്നു അവൻ വെള്ളത്തിലേക്ക് കൈചൂണ്ടി ആമ്പലിനോട് എന്തോ പറയുന്നുണ്ട്. അവന്റെ കളിയും ചിരിയും കണ്ട് ആമിയയുടെ ചുണ്ടിലും അതിന്റെ പ്രതിഫലനമുണ്ടായി. ചിരിക്കുന്ന ചുണ്ടുകളിലേക്ക് കണ്ണുനീരൊഴുകി വീണു. എന്റെ ആബിക്ക് അവന്റെ അമ്മയെ കണ്ട ഓർമ്മയില്ല. ആദ്യമായി അവൻ അമ്മയെന്ന് വിളിച്ചപ്പോൾ പ്രസവവേദന അറിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടവനെ പ്രസവിച്ച അമ്മയായി ഞാൻ. ഷിനിക്ക് ഞാൻ അമ്മയും കൂട്ടുകാരിയും എല്ലാം ആയിരുന്നു. പക്ഷെ ഒരാളെ സ്നേഹിക്കുന്ന കാര്യം മാത്രം അവൾ എന്നോട് പറഞ്ഞില്ല. ഒരു കാര്യവും അവൾ അതിനു മുന്നേ എന്നിൽ നിന്നും ഒളിച്ചു പിടിച്ചിട്ടുമില്ല. പക്ഷേ അതുമാത്രം ഞാൻ അറിയാതെ പോയി. എന്തുകൊണ്ടാണ് അവളത് പറയാതിരുന്നത് എന്നറിയില്ല. ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകിപ്പോയിരുന്നു. അറിഞ്ഞാലൊരു അബോർഷന് ഞങ്ങൾ അവളെ നിർബന്ധിക്കുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു സാധാരണക്കാരനായ ആളെ, അതും അന്യമതത്തിൽപ്പെട്ട ഒരുത്തനെ വിവാഹം കഴിക്കാൻ ചാച്ചൻ സമ്മതിക്കില്ല എന്ന ഭയവും, പ്രഗ്നന്റ് ആണെന്നറിഞ്ഞാൽ മറ്റു നിവൃത്തിയില്ലാതെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന വിശ്വാസവുമാണ് അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. അവൾ ആഗ്രഹിച്ചതുപോലെ ചാച്ചൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവൾ ആ പയ്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത്. പേര് വിനയ് വിശ്വൻ എന്നാണെന്നും വീട് പാലക്കാടാണെന്നും
ബാംഗ്ലൂർ തന്നെയുള്ള സോളിഡിക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ AGM ആണെന്നും അറിഞ്ഞത് കേട്ട് ചാച്ചൻ അന്വേഷിച്ചു പോയി. പക്ഷേ അവന്റെ ഡിമാൻഡുകൾ ഇത്തിരി വലുതായിരുന്നു. ഞങ്ങളുടെ IT കമ്പനി അവന്റെ പേരിലാക്കണമെന്നതായിരുന്നു അവന്റെ ഡിമാൻഡ്. ചാച്ചൻ അത് എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞതാണ്. അതനുസരിച്ച് ചാച്ചൻ അവളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അവൾക്ക് അവനോടൊപ്പമുള്ളൊരു ജീവിതം വേണ്ടെന്ന് തന്നെ അവൾ പറഞ്ഞു. എന്നിട്ടും ആമിയെ സംസാരം നിർത്തി അല്പനേരത്തേക്ക് മൗനത്തിലാണ്ടു. ആശ്വസിപ്പിക്കാനായി മഹി അവളുടെ തോളിൽ മെല്ലെ തട്ടി. മുഖമൊന്ന് അമർത്തി തുടച്ച ശേഷം അവൾ വീണ്ടും പറയാൻ തുടങ്ങി. പുറമേക്ക് ചിരിച്ചു കളിച്ച് നടന്നിരുന്നെങ്കിലും ഉള്ളിലൊരു സങ്കടത്തിന്റെ അഗ്നിപർവ്വതവും കൊണ്ടാണ് അവൾ കഴിഞ്ഞിരുന്നതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ആബിക്കുട്ടന് 8 മാസം കഴിഞ്ഞൊരു ദിവസം നേരം വെളുത്തപ്പോൾ അവൾ ഉണർന്നില്ല. ഒരു പിടി ഉറക്ക ഗുളികകളിൽ അവൾ എന്നേക്കുമായി ഉറങ്ങിപ്പോയി. തേങ്ങലടക്കാനാവാതെ വിങ്ങിപ്പൊട്ടിയ ആമിയയെ അവൻ ചേർത്തു പിടിച്ചു. ഏങ്ങലടങ്ങിയപ്പോൾ അവൾ അവനിൽ നിന്നും അടർന്നു മാറി കാറിലേക്ക് വീണ്ടും ചാരി നിന്നു. അവളുടെ ഫോണിൽ അവന്റെ ഫോട്ടോയും പേരും കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പിന്നീട് അതേപ്പറ്റി അവളോട് കൂടുതലൊന്നും ചോദിച്ചിരുന്നില്ല. ആ സംഭവത്തിന്റെ ആഘാതത്തിലാണ് ചാച്ചനും ഹാർട്ട് അറ്റാക്ക് വന്നത്. മഹിയെന്ന് ഞങ്ങൾ ആദ്യമായി കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് അവൻ മുഖമുയർത്തി നോക്കി. അന്ന് ആബിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് അവൻ. ആ വിനയ്. ആദ്യ സ്വത്തുക്കൾ കൊച്ചിന്റെ പേരിലല്ലേ? അവിടുത്തെ കമ്മീഷണർ ചാച്ചന്റെ പരിചയക്കാരനായിരുന്നു. പുള്ളിയാണ് പിന്നീട് കാര്യം എന്നോട് പറഞ്ഞത്. അവനിപ്പോ ബാംഗ്ലൂരല്ല താമസം. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാ ഞാനിതൊന്നും നിന്നോട് പറയാതിരുന്നതും. ഈ വന്നതിൽ പിന്നെയാ ആ ദുഃഖങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടായത്. മറക്കാൻ ആഗ്രഹിച്ചിട്ടും വിധി വീണ്ടും മുന്നിലെത്തിച്ച ഓർമ്മകളെ മനസ്സിൽ നിന്നും പടിയിറക്കി വിടാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കണ്ണുകളടച്ച് കാറിൽ ചാരി നിന്നു. ആമ്പൽ ആൽബിക്കുട്ടനെയും കൊണ്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തോട്ടിലെ വെള്ളത്തിലിറങ്ങി കളിച്ചതിന്റെ അടയാളങ്ങൾ രണ്ടുപേരിലും കണ്ടു. അമ്മ, ദാ അവിടെ നിറയെ കുഞ്ഞു മീനാ. ആബി കുറേ പിടിച്ചു. പിടിച്ചാലേ മീന് ശ്വാസം കിട്ടില്ലെന്ന് ആന്റി പറഞ്ഞു. അതുകൊണ്ടേ ആമ്പിട്ടല്ല, മീൻ അവിടെ തന്നെ വിട്ടു. വെള്ളത്തിലിറങ്ങി മീനിനെ പിടിച്ചതിന്റെ ആവേശത്തിൽ അവൻ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ആമിയ ചെറു ചിരിയോടെ അവനെ ചേർത്തു പിടിച്ചു. അമ്മേന്റെ വിഷമം മാറിയില്ലേ? മൂടിക്കെട്ടിയിരിക്കുന്ന അവളുടെ മുഖം കണ്ട് അവൻ ചോദിച്ചു. അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല കൂട്ടാ, നീ ഇങ്ങ് വന്നേ. മഹി വിളിച്ചതോടെ ആൽബിക്കുട്ടൻ അവന്റെ നേരെ ചാടി. മഹി അവനെ കൈകളിലെടുത്ത് മുകളിലേക്ക് ഉയർത്തി തോളത്തിരുത്തി. അവൻ ഗമയോടെ അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റിനും നോക്കി. മഹി, ഞങ്ങൾ ഇന്ന് തന്നെ തിരികെ പോകാന്ന് വിചാരിക്കുക. വയ്യ ഇവിടെ നിൽക്കാൻ. ഉണങ്ങാത്ത മുറിവുകളാണെങ്കിലും മറന്നെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നതാ. ഇന്നത് വീണ്ടും മനസ്സിനെ ഞെരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്ലീസ്, കാര്യം എന്തായാലും ഇന്ന് തന്നെ തിരികെ പോകരുത്. ആമ്പൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അതെ, ഞാനെന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിനയേട്ടനൊന്ന് വിളിക്കാൻ പോവുകയാണ്. ആ സമയം ആമിയയും കൂടെ ഉണ്ടാകണം. പുള്ളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. മഹിയും പറഞ്ഞു. എനിക്കത് കേൾക്കാനുള്ള താല്പര്യമില്ല. ഈർഷ്യയോടെ ആമിയ മുഖം വെട്ടിത്തിരിച്ചു. എന്തായാലും ഇന്നിനി നിങ്ങൾ പോകുന്നില്ല. വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മമ്മയെയും കണ്ട് രാത്രി ഇവിടെ കൂടാം. എന്നിട്ട് നേരം വെളുത്തിട്ട് തീരുമാനിക്കാം. അവൻ ഡോർ തുറന്ന് ആൽബിക്കുട്ടനെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തി. ആമിയ കാറിൽ ചാരി തന്നെ നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആമ്പൽ മഹിയെ നോക്കി. ആമിയ. അവൻ സ്വരമൽപ്പം കടിപ്പിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിയിരുന്നു. അവൻ പറഞ്ഞതും ഒന്നും പറയാതെ ആമിയെ അനുസരിക്കുന്നത് കണ്ട് ആമ്പൽ അവനെ നോക്കി കണ്ണുരുട്ടി. ഡേ, ആകെ പ്രശ്നമാണ്. നീ അതിനിടെ കൂടെ വെറുതെ കുറുമ്പിന്റെ ചരട് വലിക്കല്ലേ. ഒന്ന് പോയേ, ഞാൻ ചുമ്മാ കാട്ടിയതാ. എന്താടാ വിനേട്ടന്റെ പ്രശ്നം? നീ കേറ്, വീട്ടിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ ആളൊരു ഭൂലോക ഉടായിപ്പാണെന്നാ തോന്നുന്നേ. എങ്ങനെ ആകാതിരിക്കും?
നിന്റെ അല്ലേ ആങ്ങള? ദേ മഹി, നീ എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. ചുമ്മാ പറഞ്ഞതല്ലേ കുഞ്ഞേ, നീ കാറിലേക്ക് കയറ്. അവൻ കാറിലേക്ക് കയറി ഡോറടച്ചു. ആമ്പലും കയറിയതോടെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് കയറ്റി. അവർ രാധേയത്തിലേക്കെത്തി അകത്തേക്ക് കയറുമ്പോഴേക്കും പുറകെ തന്നെ വിശ്വനമ്മാവനും സരയുമ്മയും നേത്രയും അവരുടെ കാറിൽ അങ്ങോട്ടേക്കെത്തി. അവരുടെ മുഖങ്ങളിലെയും തെളിച്ചമില്ലായ്മയും വേവലാതിയും കണ്ടതോടെ എന്തോ അരുതാത്തത് സംഭവിച്ചുവെന്ന തോന്നലിൽ വരാന്തയിൽ നിന്നിരുന്ന രാധാമ്മയും വിജയച്ചനും പരിഭ്രമത്തോടെ എല്ലാവരെയും നോക്കി. എന്താടാ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നേ? അകത്തേക്ക് കയറി വന്ന മഹിയോട് ചോദിക്കുന്നതിനിടയിൽ ആർക്കും മുഖം കൊടുക്കാതെ ആമിയെ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് പോയത് രാധാമ്മ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും വരാന്തയിലേക്ക് കയറിയ സരയു അമ്മായി നിറഞ്ഞ കണ്ണുകളോടെ രാധാമ്മയുടെ കൈകൾ എടുത്തുപിടിച്ചു. എന്താ കാര്യമെന്ന് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? വിജയച്ചന്റെ ശബ്ദമുയർന്നു. ഞാൻ പറയാച്ച. മഹി പറഞ്ഞത് കേട്ട് എല്ലാവരും അവന് പിന്നാലെ സ്വീകരണ മുറിയിലേക്ക് കടന്നു. കാരണമറിയാൻ ആകാംക്ഷയോടെ ചുറ്റിനും ഇരുന്നവരോട് ആമിയ പറഞ്ഞ കാര്യങ്ങൾ മഹി വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അമ്മായി നെഞ്ചിൽ കൈവച്ച് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു പാപം അവൻ ചെയ്തെന്നു. ഞാനിതെങ്ങനെ സഹിക്കൂ? മുഖം പൊത്തിക്കരഞ്ഞ അമ്മായിയെ രാധാമ്മ ചേർത്തു പിടിച്ചു. അവർ രാധാമ്മയുടെ തോളിലേക്ക് തലചായ്ച്ച് ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. അമ്മാവൻ ഒന്നും മിണ്ടാതെ ഇരുന്നെങ്കിലും ഉള്ളിലെ സംഘർഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. ഇല്ല മഹിയേട്ട, വിനയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. എന്തായാലും വേണ്ടില്ല, ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. കണ്ണുകൾ തുടച്ചുകൊണ്ട് നേത്ര വീറോടെ പറഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ വിനയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നേത്രയ്ക്ക് മുന്നേ ചാടിപ്പറയുമായിരുന്ന ആമ്പൽ നിശബ്ദയായിരുന്നു. സൂരജിന്റെ പ്രശ്നം വിനയേട്ടൻ കൈകാര്യം ചെയ്തതിലെ തെറ്റും ശരിയും തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ഒരു വടംവലി നടക്കുകയായിരുന്നു. മഹി, നീ വിനയനെ വിളിക്ക്. വിജയച്ചന്റെ ശബ്ദം മുമ്പെങ്ങുമില്ലാത്ത വിധം കനത്തിരുന്നു. മഹി തന്റെ പഴയ ഫോണിൽ നിന്നും വിനയനെ വിളിച്ചു. അല്പനേരത്തെ റിങ്ങിനു ശേഷം അപ്പുറത്ത് കോൾ കണക്ട് ആവുന്ന ശബ്ദം കേട്ടതും അവൻ ഫോൺ സ്പീക്കർ മോഡിലേക്കിട്ടു. മഹി, നീ വീട്ടിലെത്തി അല്ലേ? അങ്ങേ തലയ്ക്കൽ നിന്നും വിനയന്റെ ചോദ്യം അവർ കേട്ടു. ഇന്ന് കാലത്തെത്തി വിനയേട്ടാ. നന്നായി. മണിക്കുട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ നീ? ഇടാ മഹാഭാവി, എന്തൊക്കെയാടാ നിന്നെ പറ്റി ഞാൻ കേൾക്കുന്നത്? അമ്മായിയുടെ അലച്ചുകെട്ടിയുള്ള കരച്ചിലും ചോദ്യവും കേട്ടതോടെ അങ്ങേ തലയ്ക്കൽ പെട്ടെന്ന് നിശബ്ദമായി. അമ്മേ, അമ്മയുണ്ടോ അവിടെ? എന്തൊക്കെയായി പറയുന്നേ? അമ്മ എന്തിനാ കരയുന്നേ? വിനയന്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം ഫോണിൽ കൂടി കേട്ടു. നിനക്കറിയില്ല അല്ലടാ? അമ്മായി വീണ്ടും ഒച്ചയെടുത്തു. മഹി, എന്താണ് അവിടെ പ്രശ്നം? വിനയന്റെ ചോദ്യം വീണ്ടും ഉയർന്നു. വിനയേട്ടൻ ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഒരു ഷിനിയ വർഗീസിനെ അറിയുമോ? വൈറ്റ് ഫീൽഡിലുള്ള VVIT സൊല്യൂഷൻസിന്റെ MD ആയിരുന്ന വർഗീസ് വള്ളൂക്കാരന്റെ മകൾ ഷിനിയ വർഗീസ്. ഫോണിന്റെ അങ്ങേപ്പുറം നിശബ്ദമായി. എന്താടാ മിണ്ടാതിരിക്കുന്നത്? അപ്പോ ഞങ്ങൾ കേട്ടതൊക്കെ ശരിയല്ലേ? വിശ്വനമ്മാവന്റെ അലർച്ചയിൽ അവിടം നടുങ്ങി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെ വീണ്ടും ഫോണിലൂടെ വിനയന്റെ ശബ്ദം അവർ കേട്ടു. മഹി, ആമിയ നിന്നോടെല്ലാം പറഞ്ഞു അല്ലേ? എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അമ്മായി വീണ്ടും എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മ, ഞാനൊന്ന് പറയട്ടെ, അമ്മ സമാധാനപ്പെട്. വിനയൻ തുടർന്നു. മഹി, നീ ജോലി ചെയ്യുന്നത് അവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നീ കാര്യങ്ങളെല്ലാം അറിയുമെന്ന്. ഷിനിയയെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ നിങ്ങളോടൊക്കെ പറയാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അന്നവിടെ. പറഞ്ഞു വന്നപ്പോൾ വിനയന്റെ ശബ്ദം പതറി. ഷിനിയും ഞാനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നതും ആൽബിയന്റെ മോനാണെന്നതും സത്യം തന്നെയാണ്. പക്ഷെ ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ആമിയെ പറഞ്ഞതുപോലെയല്ല നടന്നിട്ടുള്ളത്. പിന്നെ പിന്നെ എങ്ങനെയായിരുന്നു ബാക്കി നടന്നതെല്ലാം? എന്റെ മുത്തു മരിച്ചത് നീ കാരണമല്ലേ? നീയല്ല അതിന് കാരണക്കാരൻ എന്നാണോ പറയാൻ പോകുന്നത്? മുകളിലേക്കുള്ള പടികൾക്ക് താഴെ നിന്നും ആമിയയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അവിടെ നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു എന്നെല്ലാവർക്കും മനസ്സിലായത്. ആമിയ,
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ഓഫീസിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ചാച്ചന്റെ കൂടെ പണ്ടു തൊട്ടേ ഉണ്ടായിരുന്ന ആ ശ്രീറാം വിശ്വനാഥ്. അയാളോട് ചോദിച്ചാ മതി. ഞാൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് അയാളോട് ചോദിച്ചേനെ. പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. അല്ലെങ്കിൽ എന്റെ മകനെ അന്വേഷിച്ച് ഞാൻ വന്നേനെ. താൻ എന്നോട് വെറുതെ കള്ളം പറയല്ലേ? 5 വർഷം മുന്നേ ഒരു രാത്രിയിൽ താനയച്ച ആൾക്കാരല്ലേ ആബിക്കുട്ടനെ തട്ടിയെടുക്കാൻ നോക്കിയത്? ആമിയ വീണ്ടും ചീറി. ഞാനോ? അപ്പോ അങ്ങനെയൊരു നാടകവും ഉണ്ടായോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും അയാളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും. ആരും ഒന്നും സംസാരിച്ചില്ല. എന്ത് വിശ്വസിക്കണം എന്ന ആശയക്കുഴപ്പത്തിലായി എല്ലാവരും. തുടരും. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അഭിപ്രായങ്ങൾ പറഞ്ഞു ലൈക്കും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.